അവസാന ഘട്ടത്തിലെ പ്രചാരണത്തിലും രാഷ്ട്രീയ പോര് തുടരുകയാണ് നിലമ്പൂരിൽ. വിശദാംശങ്ങളുമായി BS അനന്തു ചേരുകയാണ്. അനന്തു, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലമ്പൂരിൽ പരസ്യ പ്രചരണം അവസാനിക്കാൻ 2 നാൾ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ തന്നെ എല്ലാ മുന്നണികളും വളരെ വാശിയേറിയ പ്രചരണം ഇപ്പോൾ നടത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തിയാണ് ആ ഒരു പ്രചാരണം കൊഴുപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് മണ്ഡലത്തിലെത്തി പ്രചരണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും മുഖ്യമന്ത്രി പ്രചരണത്തിനെത്തുന്നുണ്ട്. 3 പഞ്ചായത്തുകളാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും. ഇന്ന് പോത്തുകൽ, അമരമ്പലം, കരുളായി പഞ്ചായത്തുകൾ സംസാരിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും എത്തിയാണ് മുഖ്യമന്ത്രി എം സ്വരാജിന് വേണ്ടി പര്യടനം നടത്തുന്നത്. അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം LDF അണിനിരത്തുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ മണ്ഡലത്തിലുണ്ട്. മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ മണ്ഡലത്തിൽ എം സ്വരാജിന് വേണ്ടി പര്യടനം നടത്തുന്നു. ഏറ്റവും അവസാന ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF വേണ്ടി ഇന്ന് KCC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി 2 പരിപാടികളിലാണ്, റോഡ് ഷോകളിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് മുത്തേടത്തും 4 മണിക്ക് നിലമ്പൂരിലുമാണ് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ നടത്തുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നേരത്തെ തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിക്കടകുമെന്നാണ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. NDA ആകട്ടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട്. അവരെല്ലാം മോഹൻ ജോർജിന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായ സാഹചര്യമാണ്. ഇന്നലെ തന്നെ വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയെല്ലാം കഴിഞ്ഞിരുന്നു എന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം സുരക്ഷാ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരെല്ലാം മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും വാഹന പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം വിവിധ ജനങ്ങളുടെ പരിശോധനയും നടക്കുന്നുണ്ട്. പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അടക്കമുള്ള പലയിടത്തും പരിശോധനകൾ നടത്തുന്നുണ്ട്. ബൂത്തുകളുടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതിയാണ് വോട്ടെടുപ്പ്. 17-ാം തീയതി ഇപ്പോൾ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. അതിനു മുൻപ് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുന്നണികൾ നിലവിലുള്ളത്. അങ്ങനെ ശക്തമായ രീതിയിൽ നിലമ്പൂരിൽ പ്രചരണം മുന്നോട്ട് പോവുകയാണ്.